ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ എല്ലാവരും വുമൺ അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? അപ്പോൾ ഇത് ലാസ്റ്റ് ഘട്ടമാണ്. അതായത് ഇനി പരീക്ഷയ്ക്ക് എന്താണ് മുന്നിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 3 ദിവസമേ ഉള്ളൂ അല്ലേ? വരുന്ന ശനിയാഴ്ചയാണ് അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസറുടെ എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപേക്ഷകരുടെ എണ്ണം 4242 പേരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ലാസ്റ്റ് മൊമെൻ്റാണ്. ഇനിയും എന്ത് ചെയ്യുക, നമ്മൾ തയ്യാറെടുപ്പുകൾ നിർത്തരുത്, മുടക്കരുത്. മാക്സിമം നിങ്ങൾക്ക് എത്ര PYQs കിട്ടുമോ അത്രയും PYQs ഒക്കെ ചെയ്ത് ഈ പരീക്ഷ നിങ്ങളുടെ എന്താ പറയുക, നമ്മൾ പറയില്ലേ ഒരു പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കണം ഇതാണ് എൻ്റെ ലാസ്റ്റ് എക്സാം, ഇത് എഴുതി ഇതിൽ തന്നെ എനിക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ജോലി കിട്ടൂ എന്നുള്ള രീതിക്ക് വേണം നമ്മൾ പഠിക്കാൻ. അപ്പം ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിലും നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നോക്കണമെന്ന് നോക്കാം. അപ്പം നിങ്ങളെല്ലാവരും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. കാരണം ഇപ്പം എല്ലാത്തിനും ഒരു സ്ട്രക്ചേർഡ് സിലബസ് PSC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും വളരെ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും ഓരോരോ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിലത്തെ സ്ലൈഡിൽ തന്നെ നിങ്ങൾക്ക് സിലബസിൽ ഓരോരോ ടോപ്പിക്കിൽ എത്ര മാർക്ക് വീതമാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഏറ്റവും വെയിറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, സ്പെഷ്യൽ ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഭാഗം ഒരു ലാഘവത്തോടെ കാണരുത്. നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ആ 20 മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സമയം കഴിഞ്ഞിട്ടില്ല, ഇനിയുള്ള ദിവസങ്ങളിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ആ ഒരു വെയിറ്റേജ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്തത് എന്താണ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന സെക്ഷൻ. അതിൽ 30 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം 10th +2 ലെവൽ അതുപോലെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെക്ഷനിലെ 30 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്ന് സമയം കഴിഞ്ഞിട്ടില്ല, ഇനിയുള്ള സമയം എന്ന് പറയുന്നത് മുഴുവനും ഈ ഒരു പരീക്ഷ എന്നുള്ള രീതിയിലേക്ക് മാറ്റുക. എല്ലാ അതായത് നമ്മൾ എന്താ പറയുക, മറ്റ് എൻ്റർടൈൻമെൻറ്റ്സ്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യൽ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഒരു 3 ദിവസത്തേക്ക് കൂടി മാറ്റി വെച്ച് വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു ഭാഗം. പിന്നെയോ കറണ്ട് അഫയേഴ്സും എന്താണ് വെയിറ്റേജ് മാർക്ക് തരുന്ന ഒന്നാണ് അല്ലേ. 10 മാർക്ക് കറണ്ട് അഫയേഴ്സിനുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ മാരത്തോണൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ അതിലൂടെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് അതുപോലെ ഏറ്റവും നമുക്കിപ്പോൾ എവിടെയൊക്കെ കിട്ടും, എന്താണ് നമുക്ക് ഗൂഗിളിൽ തന്നെ ഇഷ്ടംപോലെ PDF നോട്ട്സുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് റെഫർ ചെയ്ത് വായിച്ച് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പൊടി തട്ടിയെടുക്കുക, അല്ലാതെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകരുത്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അതുപോലെ കറണ്ട് അഫയേഴ്സ്, മാത്സ്, മെൻ്റൽ എബിലിറ്റി, അതുപോലെ ഇംഗ്ലീഷ്, മലയാളം ഈ ഒരു സെക്ഷനിൽ PYQs ചെയ്യുമ്പോൾ തന്നെ, അതായത് നിങ്ങൾക്കറിയാം സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസറുടെ ഒരു 2021 മുതൽ 2025 വരെയുള്ള പരീക്ഷകളുടെ PYQs എടുത്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മാറ്റം മനസ്സിലാകാൻ പറ്റും. ഈ ഒരു പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും. അങ്ങനെ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇപ്പോൾ GKയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഫാക്ട്സുകളും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ജിയോഗ്രഫി ആണെങ്കിലും പിന്നെയോ ഇന്ത്യൻ ഭരണഘടന, അതുപോലെ സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ ഇപ്പോഴത്തെ എന്തെങ്കിലും റേറ്റിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. അങ്ങനെയൊക്കെയാണ് പരീക്ഷകളിൽ നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു മിനുക്ക് പണി ചെയ്യുക എന്ന് പറയുന്നത് അതാണ്. അതുപോലെ കറണ്ട് അഫയേഴ്സിന് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, നൊബേൽ പുരസ്കാരം നോക്കണം, അതുപോലെ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ്, അങ്ങനെയുള്ള പ്രസിദ്ധങ്ങളായ പുരസ്കാരങ്ങൾ നോക്കണം. അതുപോലെ മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ്, അങ്ങനത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സുപ്രധാന വ്യക്തികൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെന്തിലായിരുന്നു ഫേമസ് ആയിരിക്കും, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതുപോലെ ഇപ്പം നരേന്ദ്രമോദിക്ക് പല സ്ഥലത്തുനിന്നും പല പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം എന്താണ്, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, അതിലെ നിങ്ങൾക്ക് മാത്സിൽ കുറേ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഒക്കെ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒരു 2 പ്രോബ്ലം എടുത്ത് വർക്കൗട്ട് ചെയ്ത് അതൊന്നുകൂടി ഓർമ്മിക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ ആപ്റ്റായൊരു കാൻഡിഡേറ്റ് ആയിട്ട് മാറും. പിന്നെ നിങ്ങൾക്ക് പരീക്ഷ ഹാളിൽ പോയി ഒരു ടെൻഷനില്ലാതെ വളരെ കൂളായിട്ട് പരീക്ഷയെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അടുത്തത് ഞാൻ പറഞ്ഞതുപോലെ 2021-25 ഇപ്പം നമ്മൾ 2026 കടന്നു.
അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്കറിയാം അല്ലേ 2025 അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറുടെ എക്സാം നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ, സിവിൽ പോലീസ് ഓഫീസറുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിൽ സ്പെഷ്യൽ ടോപ്പിക്കിൽ റിപ്പീറ്റഡ് ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടി എന്ത് ചെയ്യുക, അതിൻ്റെ ഫാക്ട്സുകളൊക്കെ ഞാൻ പഠിച്ചതൊക്കെ കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് വിലയിരുത്തുക. കൂടാതെ എന്ത് ചെയ്യുക, ആ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുക. കുറച്ച് സമയം എടുത്താണെങ്കിൽ വർക്കൗട്ട് ചെയ്ത് അതിലെന്താണ് തെറ്റിപ്പോയതെന്നൊക്കെ മനസ്സിലാക്കി വീണ്ടും ഒന്നുകൂടി എന്ത് ചെയ്യുക, അതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പം മറക്കരുത് PYQs ചെയ്യാൻ. ഇനി നമ്മൾ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കിന് നമ്മൾ ഇന്ന് തന്നെ ഒരു കണ്ടന്റ് പോകുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അത് വാച്ച് ചെയ്യുക. അതിൽ ഞാൻ അതിൻ്റെ ഫാക്ട്സുകളും പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് ഓരോരോ ജയിൽ ഉദ്യോഗസ്ഥരുടെ ചുമതലകൾ, അതുപോലെ കേരളത്തിലെ ജയിൽ സംവിധാനങ്ങൾ, നിയമങ്ങൾ, അതുപോലെ പ്രധാന ഭരണഘടനാ ഭേദഗതികൾ, ഇതൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സ്പെഷ്യൽ ടോപ്പിക് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ അതിൽ നിന്ന് എല്ലാ സെക്ഷനും ഒരു 20 സ്പെഷ്യൽ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഫാക്ട്സുകളും അത് അവിടെ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് 20 ഒരു 12 മാർക്കൊക്കെ ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളത് പരീക്ഷാ ഹാളിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നെഗറ്റീവ് മാർക്സ് ഉണ്ട്. നെഗറ്റീവ് മാർക്സ് ഉള്ളത് കൊണ്ട് തന്നെ കറക്കി കുത്താൻ നിൽക്കരുത്. നിങ്ങൾക്ക് 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻസിന് മാത്രം ആൻസർ മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പില്ലാത്തതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതാവാം എന്നുള്ള ഒരു ഇതിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, അത് കറപ്പിക്കും. അങ്ങനെ ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് വളരെ പുറകിലേക്ക് പോകും. അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ, ഇത് ശരിയാവണമെന്ന് 100% ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സാധ്യതകളാണെങ്കിൽ നിങ്ങളത് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് മാർക്ക് ചെയ്യുക. ഒന്ന്. പിന്നെയോ നമ്മളെ സമയത്തിന് നമ്മൾ കൃത്യമായിട്ട് നിശ്ചയിക്കുക. ചിലവർക്ക് മാത്സ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, അവർ മാത്സ് ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഇനിയല്ല, മാത്സിന് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ടവരാണെങ്കിൽ നിങ്ങൾ മറ്റെല്ലാ സെക്ഷൻസും വേഗത്തിൽ തന്നെ ചെയ്ത് തീർത്ത്. ഇപ്പം GK ഒക്കെ ഒരു പ്രാവശ്യം വായിച്ച് മാർക്ക് ചെയ്തപ്പോൾ എല്ലാ സെക്ഷനും അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് അവസാന സമയം നമ്മൾ മാത്സും മെൻ്റൽ എബിലിറ്റിയും ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സമയമെടുത്ത് ചെയ്യാനുള്ളൊരു സമയം നിങ്ങൾക്ക് അവിടെ കിട്ടും. അത് അവരവരുടെ കഴിവനുസരിച്ച് ഡിപ്പെൻസ്. എന്താണ്, ചിലവർ അല്ലേ മാത്സ് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യും, ചിലർ വളരെ സ്ലോ, കുറച്ച് ചിന്തിച്ചൊക്കെ ചെയ്യും അല്ലേ. അങ്ങനെ ചെയ്യേണ്ടവരാണെങ്കിൽ മറ്റെല്ലാ സെക്ഷൻസും നല്ല രീതിയിൽ എഴുതി എന്നിട്ട് ലാസ്റ്റിൽ വേണം ഇതിലേക്ക് എത്താൻ. രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യണം, ഈ പരീക്ഷ പേപ്പറിലൂടെ ഒരു കണ്ണോടിക്കുന്ന പരിപാടി ഉണ്ട്, അത് ചെയ്യരുത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കറക്കി കുത്തും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഷീറ്റ് എഴുതി 100ാമത്തെ ക്വസ്റ്റ്യൻ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് തിരിച്ച് ഇതൊക്കെ സമയമില്ലാത്തത് കൊണ്ട് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നീട് ചെയ്യാമെന്ന് വെച്ചതല്ലാതെ വീണ്ടും എന്ത് ചെയ്യരുത്, പോയി പിന്നെ ആൻസർ ചെയ്യാത്തതൊക്കെ ഒന്ന് നോക്കി ഒന്ന് കറക്കി കുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പം നമുക്കിപ്പോൾ 62 മാർക്കാണ് നമ്മുടെ കട്ട് ഓഫ് എങ്കിൽ നമ്മൾ 62 ശരി ഉത്തരം എഴുതിയിട്ട് ഒരു തെറ്റെഴുതിയാൽ നമ്മൾ വീണ്ടും പുറകിലേക്ക് പോയി അല്ലേ. അപ്പോൾ അങ്ങനൊരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറക്കി കുത്താൻ നിൽക്കരുത്. അപ്പോൾ അതുപോലെ പിന്നെ എന്താണ്, OMR ഷീറ്റിൽ നമ്മൾ ഓരോരോ ഇപ്പോൾ ഒന്നിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഒന്നിൽ തന്നെയാണോ കൊണ്ടുപോയി മാർക്ക് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, മാറിപ്പോവരുത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. സമയം വൈകിട്ടില്ല. സ്പെഷ്യൽ ടോപ്പിക്ക് PYQs ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാൻ പറ്റും അത്രയും ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തോളാം. എന്നിട്ട് നിങ്ങൾ ഈ ഒരു പരീക്ഷ നിങ്ങളുടെ ഭാവി മാറ്റുന്നത് ഒന്നാവട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും കാര്യത്തിനെ പറ്റി നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നമ്മൾ ഡൗട്ട് ഫോം വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ ചോദിക്കുക. ഇതുകൂടാതെ ഇനിയും പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. നമ്മളെല്ലാത്തിനും ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. VFA, BEVCO LDC, പിന്നെ SBCID, KAT അങ്ങനെയുള്ള 10th മുതൽ ഡിഗ്രി വരെയുള്ള എല്ലാ ബാച്ചുകളും വീണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താണ്, നമുക്കറിയാം 2026 ഒരുപാട് പരീക്ഷകളാണ് വരുന്നത് അല്ലേ. 1, 2, 3 അല്ല, എല്ലാവർക്കും അവസരങ്ങളാണ് 2026 കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു അവസരം നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ഗൈഡായിട്ട് കൂടെയുണ്ട്. കൂടാതെ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ LJ002 എന്ന് പറയുന്ന കോഴ്സ് കോഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കോഴ്സ് ഫീല് ഡിഡക്ഷനും ലഭിക്കുന്നതാണ്. ഈ ഒരു അവസരം മിസ് ഔട്ട് ചെയ്യരുത്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.